ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പൊന്നിയെ ഫോൺ വിളിച്ച് വച്ച ശേഷം ശാലിനി പെട്ടെന്ന് അർജുനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറയുകയാണ്. അർജുനേട്ടൻ വിഷമിക്കുകയൊന്നും വേണ്ട, പ്രീതിക്ക് പെട്ടെന്നൊരു സ്റ്റൊമക് പെയിൻ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നേ ഉള്ളൂ, വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം അർജുൻ ചോദിക്കുകയാണ്, നീ ഉണ്ടോ കൂടെയെന്ന്. ഇല്ല, ഞാൻ പുറകെ പോവുകയാണ്, ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തും, അർജുനേട്ടനും ഉടനെ ഹോസ്പിറ്റലിലോട്ട് വാ എന്ന് ശാലിനി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പെട്ടെന്ന് വണ്ടി ഓടിച്ചു പോകുന്ന അർജുനെയും പിന്നീട് ഓട്ടോയിൽ പോകുന്ന ശാലിനിയുമാണ്. തുടർന്ന് കാറിൽ പോകുന്ന വിഷ്ണു സത്യഭാമയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണമ്മേ നമ്മളിപ്പോൾ ശാലിനിയുടെ പിറകെ പോകുന്നത്? അന്നേരം ദേഷ്യത്തോട് തന്നെ മുമ്പിലോട്ടൊക്കെ നോക്കിയിട്ട് ശാലിനിയെ തിരയുകയാണെന്നാലും എന്നാലും പറയുന്നുണ്ട്, അവൾ സത്യപരീക്ഷ മതിയാക്കിയിട്ട് എങ്ങോട്ടാണ് പോയതെന്ന് നമുക്കറിയണ്ടേ, നീ പെട്ടെന്ന് വണ്ടി വിടെന്ന് ഭാമ പറയുന്നു. അതേസമയം ആദ്യമേ തന്നെ ഹോസ്പിറ്റലിലെത്തുകയാണ് അർജുൻ. എന്നിട്ട് അർജുൻ പൊന്നിയും പ്രീതിയും അവിടെ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് ആരെയൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട്. അതേസമയം ഓട്ടോയിൽ പ്രീതിയെയും കൊണ്ട് എത്തുകയാണ് പൊന്നി. തുടർന്ന് പൊന്നിയും അർജുനും ചേർന്ന് പ്രീതിയെ സ്ട്രക്ചറിലേക്ക് കിടത്തി ഹോസ്പിറ്റലിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതേസമയം ശാലിനി പോകുന്ന ഓട്ടോയുടെ പിന്നാലെ കാർ ഓടിച്ചു പോകുന്ന വിഷ്ണു ശ്രദ്ധിക്കുകയാണ്, ഇത് മിഷൻ ഹോസ്പിറ്റലിലേക്കുള്ള റോഡാണല്ലോ എന്ന്. അന്നേരം അത് ശ്രദ്ധിക്കുകയാണ് സത്യഭാമയും. തുടർന്ന് സുസ്മിത ചിന്തിക്കുകയാണ്, ഹോസ്പിറ്റലിലേക്കോ, അത് കുഴപ്പമാണല്ലോ. എന്നിട്ട് പറയുകയാണ്, എന്തിനാ ആൻറ്റി പോണത്, അവളാണെങ്കിൽ അവളുടെ വഴിക്കങ്ങ് പൊയ്ക്കോട്ടെ, അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ, എൻ്റെ സംശയങ്ങളൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വിഷ്ണുവിനോട് പറയുകയാണ്, നീ ആ ഓട്ടോയുടെ പിന്നാലെ തന്നെ പിടിച്ചോ, ശാലിനിയാണെങ്കിൽ സ്വന്തം കെണിയൊരുക്കിയിട്ട് അവൾ അതിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഓട്ടോയിലെത്തുന്ന ശാലിനി ഓട്ടോ കാശ് കൊടുത്ത ശേഷം ബാക്കി പോലും വാങ്ങാതെ ഹോസ്പിറ്റലിനകത്തേക്ക് ഓടുകയാണ്. തുടർന്ന് അർജുനെയും പൊന്നിയെയും കാണുന്നു. എന്നിട്ട് പൊന്നിയോട് കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. അന്നേരം പൊന്നി പറയുകയാണ്, ശാലിനി കുഞ്ഞിൻ്റെ സത്യപരീക്ഷയുടെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് വയറുവേദന വന്നു, പിന്നീടങ്ങ് കുഴഞ്ഞു വീഴുകയും ചെയ്തു. തുടർന്ന് പൊന്നി കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോഴും നമ്മുടെ സഹായത്തിന് ആരുമില്ലായിരുന്നു, പിന്നീട് എങ്ങനെയെങ്കിലുമാണ് ഓട്ടോയിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നത്, ഇവിടെ എത്തിയപ്പോഴാണ് ബോധം വീണത് എന്നൊക്കെ സങ്കടത്തോടെ പൊന്നി പറയുന്നുണ്ട്. തുടർന്ന് എങ്ങനെയുണ്ടെന്ന് ശാലിനി ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അർജുൻ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് നഴ്സ് വന്ന് ഒരു റെസിപ്റ്റുമായിട്ട് വരുന്നത്, ഈ മരുന്ന് വാങ്ങണമെന്ന് പറഞ്ഞ്. അർജുൻ പെട്ടെന്നത് വാങ്ങുമ്പോൾ ശാലിനി അത് വാങ്ങിയിട്ട് പറയുകയാണ്, ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരാം എന്നും പറഞ്ഞ് ഫാർമസിയിലേക്ക് പോവുകയാണ് ശാലിനി. അന്നേരം സിസ്റ്ററോട് എങ്ങനെയുണ്ടെന്നൊക്കെ അർജുൻ തിരക്കുമ്പോൾ ആ മെഡിസിനും ഒക്കെ ചേർത്ത് ഇഞ്ചക്ഷൻ കൊടുക്കണം, എന്നാലേ പറയാൻ പറ്റൂ എന്ന് നഴ്സ് പറയുന്നുണ്ട്. അന്നേരം ആകെ മനസ്സ് വിഷമിച്ച് നിൽക്കുകയാണ് അർജുൻ. എന്നാൽ അതേ സമയത്ത് തന്നെ ഭാമയും വിഷ്ണു സുസ്മിതയും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. ഇറങ്ങിയ ശേഷം വിഷ്ണു ഒന്ന് മടിച്ചു നിൽക്കുമ്പോൾ, വാടാ, എന്താണ് കാര്യമെന്നറിയാമല്ലോ എന്നും പറഞ്ഞ് സത്യഭാമ വിളിക്കുകയാണ്. അന്നേരം അവർ രണ്ടുപേരും അകത്തേക്ക് കയറി പോകുമ്പോൾ സുസ്മിത ചിന്തിക്കുന്നുണ്ട്, ഈ ഹോസ്പിറ്റലിലേക്ക് ശാലിനി വരണമെങ്കിൽ തീർച്ചയായും പ്രീതി ഇവിടെ കാണും. ഇനി സത്യമൊക്കെ ആൻറ്റി അറിഞ്ഞാൽ ക്ലൈമാക്സ് ശാലിനിക്ക് അനുകൂലമാകുമല്ലോ എന്ന് ചിന്തിക്കുകയാണ് സുസ്മിത. അതിനുശേഷം സുസ്മിത നോക്കുമ്പോൾ അവരകത്തേക്ക് കയറി കഴിഞ്ഞിരുന്നു. ആഹാ, അവർ പോയോ, അവരെ തനിച്ചങ്ങനെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭാമയുടെയും വിഷ്ണുവിൻ്റെയും പുറകെ ഓടുകയാണ് സുസ്മിത. അതേസമയം ഫാർമസിയിൽ നിന്നും മരുന്നൊക്കെ വാങ്ങി തിരിയുന്ന ശാലിനി പെട്ടെന്ന് ഭാമയെയും വിഷ്ണുവിനെയും സുസ്മിതയും കാണുകയാണ്. അന്നേരം സത്യഭാമ നഴ്സിനോട് കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. സത്യഭാമയെ കാണുന്ന ശാലിനി ഒന്ന് പേടിച്ച് മറ്റൊരു ഡോറിൻ്റെ മറവിലേക്ക് മറഞ്ഞു നിൽക്കുകയാണ്. അന്നേരം ഭാമയും വിഷ്ണുവുമൊക്കെ വേറെ സ്ഥലത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് അവർ പോയോ എന്ന് നോക്കിയ ശേഷം പെട്ടെന്ന് പ്രീതിയുടെ റൂമിലേക്ക് വരികയാണ് ശാലിനി. അതേസമയം സെക്യൂരിറ്റി പാസ്സൊക്കെ ചോദിക്കുന്നുണ്ട് ശാലിനിയോട്. പ്രീതി എന്ന പേഷ്യൻറ്റിൻ്റെ കൂടെ വന്നതാണ്, മെഡിസിൻ കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ സെക്യൂരിറ്റി കടത്തിവിടുന്നുണ്ട്. അന്നേരം ആകെ പരിഭ്രമിച്ച് റൂമിലേക്ക് വരികയാണ് ശാലിനി. അന്നേരം പ്രീതിക്ക് ബോധമൊക്കെ തെളിഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ കുഴപ്പമില്ല, എന്നാലും ചെറിയ വേദനയുണ്ട്, അമ്മയൊക്കെ അറിയുമോ എന്നാകെ പരിഭ്രമിക്കുകയാണ് പ്രീതി. അന്നേരം പിറകിലോട്ട് ശാലിനി തിരിഞ്ഞ് നോക്കുന്നുണ്ട്, സത്യഭാമ വരുന്നുണ്ടോ എന്ന്. എന്നിട്ടും പ്രീതിയുടെ സങ്കടം കണ്ടിട്ട് പറയുകയാണ്, ഇല്ല, ആരും അറിയില്ല, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് പ്രീതിയെ ആശ്വസിപ്പിക്കുകയാണ് ശാലിനി. അതിനുശേഷം അർജുനെയും പൊന്നിയും തിരക്കുമ്പോൾ അവർ ഡോക്ടറോട് സംസാരിക്കാൻ പോയെന്ന് പ്രീതി പറയുന്നുണ്ട്. അതേസമയം പെട്ടെന്ന് പ്രീതിക്ക് വീണ്ടും വയറുവേദന വരികയാണ്. വയറങ്ങ് അമർത്തി പിടിച്ച് കരയുകയാണ് പ്രീതി. അന്നേരം എന്ത് പറ്റി, വീണ്ടും വേദനിക്കുന്നോ എന്നൊക്കെ ശാലിനി തിരക്കുന്നുണ്ട്. അന്നേരം പ്രീതി പറയുകയാണ്, ചെറുതായിട്ട് വീണ്ടും വേദനിക്കുന്നു, ഒരു ഇഞ്ചക്ഷനും കൂടെ എടുക്കാനുണ്ട്, അതിനുശേഷം ശരിയാവുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുകയാണ് പ്രീതിയും. അതേസമയം സത്യഭാമ ഹോസ്പിറ്റലിനകത്തേക്ക് കയറിയ ശേഷം വേറൊരു നഴ്സിനോട് ഇപ്പോൾ വന്ന പേഷ്യൻ്റ് എവിടെയാണെന്ന് തിരക്കുന്നുണ്ട്. അന്നേരം നഴ്സ് പറയുകയാണ്, റൂമിലേക്ക് മാറ്റി ഗൈനക്കോളജി വിഭാഗത്തിലാണെന്ന്. അന്നേരം ഗൈനക്കോളജി വിഭാഗത്തിലോ എന്നങ്ങ് ചോദിക്കുകയാണ്
സത്യഭാമ പെട്ടെന്ന്. അന്നേരം സുസ്മിത ചിന്തിക്കുകയാണ്, ദൈവമേ പ്രീതിയായിരിക്കും, പെട്ടല്ലോ, ഇനി എനിക്ക് പിടി വീഴുമോ എന്നൊക്കെ ചിന്തിക്കുകയാണ് സുസ്മിത. ഇതിപ്പോൾ എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞ് സത്യഭാമയുടെ കൂടെ പോവുകയാണ് വിഷ്ണുവും. അതേസമയം വീണ്ടും വയറുവേദനിക്കുന്ന പ്രീതിക്ക് നഴ്സ് മെഡിസിൻ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഇനി വേദന കുറയും, റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞ് നഴ്സ് പോകുന്നുണ്ട്. അതേസമയം ആകെ വെപ്രാളപ്പെട്ട് ഡോറിനടുത്തേക്കൊക്കെ നോക്കി നിൽക്കുകയാണ് ശാലിനി. ഇനി സത്യഭാമയെങ്ങാനും ഇങ്ങോട്ട് കയറി വരുമോ എന്നുള്ള ആകെ ഒരു വെപ്രാളത്തിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ശാലിനി. അതേസമയം ശാലിനിയുടെ വെപ്രാളമൊക്കെ കണ്ട് പ്രീതി കാര്യം തിരക്കുന്നുണ്ട്. മടിച്ച് ശാലിനി കാര്യം പറയുകയാണ്. പ്രീതിയുടെ അമ്മ ഹോസ്പിറ്റലിൽ എത്തിയുണ്ട്, കൂടെ വിഷ്ണുവേട്ടനും സുസ്മിതയും ഉണ്ട്. ഇപ്പോഴെങ്ങാനും ഇങ്ങോട്ട് കയറി വരുമോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഡോറിനടുത്തേക്ക് നോക്കുകയാണ് ശാലിനി. അന്നേരം അങ്ങ് ആകെ ടെൻഷൻ അടിക്കുകയാണ് പ്രീതി. നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പ്രീതിയും ഇരിക്കുന്നു. കരയുന്ന പ്രീതി ആശ്വസിപ്പിച്ച് ശാലിനി പറയുന്നുണ്ട്, പേടിക്കാതിരിക്കുക, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയുകയാണ് ശാലിനി. അതേസമയം ഭാമയും വിഷ്ണു സുസ്മിതയും കൂടി ഗൈനക്കോളജി വാർഡിലേക്ക് കടക്കുകയാണ്. അന്നേരം സെക്യൂരിറ്റി പാസ് ചോദിക്കുന്നുണ്ട്. പാസ് ഇല്ലാതെ അകത്തേക്ക് കടക്കാൻ പറ്റില്ല എന്ന് സെക്യൂരിറ്റി പറയുന്നു. അന്നേരം ഞാൻ ആരാണെന്നറിയാമോ? സത്യഭാമയാണ്, അതുതന്നെയാണ് എൻ്റെ പാസ് എന്ന് ഭാമ പറയുന്നുണ്ട്. അന്നേരം ആരായാലും എന്തൊക്കെ പറഞ്ഞാലും പാസ് ഇല്ലാതെ അകത്തേക്ക് കടക്കാൻ പറ്റില്ല എന്ന് വീണ്ടും തറപ്പിച്ചു പറയുകയാണ് സെക്യൂരിറ്റി. അന്നേരം ഭാമ ഒന്ന് ചോദിക്കുകയാണ്, അപ്പോൾ എനിക്ക് അകത്തേക്ക് കിടക്കണമെങ്കിൽ പാസ് വേണം അല്ലേ? അതേന്ന് സെക്യൂരിറ്റി പറഞ്ഞു തീരുമ്പോഴേക്കും സെക്യൂരിറ്റിയുടെ കരണം നോക്കി അടിക്കുകയാണ് ഭാമ. അത് കണ്ടങ്ങ് വാവിളിക്കുകയാണ് സുസ്മിതയും വിഷ്ണുവും. അടികൊണ്ട് കവിളത്ത് കൈയും വെച്ച് നിൽക്കുന്ന സെക്യൂരിറ്റിയോട് ഭാമ ചോദിക്കുകയാണ്, ഇനി എനിക്ക് അകത്തേക്ക് പോകാമല്ലോ? സെക്യൂരിറ്റി ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. അന്നേരം വാടാന്നും പറഞ്ഞ് വിഷ്ണുവിനെയും കൂട്ടി ആ വാർഡിലേക്ക് കടക്കുകയാണ് ഭാമ. അതേസമയം പ്രീതി ഇനി എന്ത് ചെയ്യും ശാലിനി എന്ന് തിരക്കുമ്പോൾ, നമുക്ക് ഡോക്ടറോട് പറയാൻ ശാലിനി, ഇനിയിപ്പോൾ അതേ വഴിയുള്ളൂ എന്ന് പറയുകയാണ് പ്രീതിയോട്. എന്നിട്ട് പറയാണ്, നീ ഇനി ഇവിടെ നിൽക്കണ്ട, വന്നേന്നും പറഞ്ഞ് റൂമിൻ്റെ മറ്റൊരു സൈഡിലേക്ക് കർട്ടൻ്റെ മറവിൽ മാറ്റി നിർത്തുകയാണ് പ്രീതിയെ. എന്നിട്ട് നീ ഇവിടെ നിൽക്കണം, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു ശാലിനി. എന്നാൽ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും പ്രീതിയോട് എന്തോ പറയാനായിട്ട് പ്രീതിന്ന് വിളിക്കുകയാണ് ശാലിനി. അന്നേരം ആ സമയത്ത് തന്നെ റൂമിനകത്തേക്ക് വരികയാണ് ഭാമയും വിഷ്ണുവും സുസ്മിതയും കൂടി. ശാലിനിയെ കണ്ട് ആകെ വന്തം വിടുന്ന വിഷ്ണു ചോദിക്കുന്നുണ്ട്, എന്താ ശാലിനി, താൻ എന്താ ഇവിടെ ഹോസ്പിറ്റലിൽ? അന്നേരം അകത്ത് മറഞ്ഞിരിക്കുന്ന പ്രീതി ചിന്തിക്കുകയാണ്, ദൈവമേ അമ്മയും വിഷ്ണുവേട്ടനും ഒക്കെ എത്തി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അന്നേരം തപ്പിത്തടഞ്ഞ് പെട്ടെന്നൊരു ഉത്തരം പോലെ ശാലിനി പറയുകയാണ്, അത് ഞാനിവിടെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് വന്നതാണ്. എന്നാൽ ഞങ്ങളും കൂടി നിന്റെ ഫ്രണ്ടിനെ ഒന്ന് കണ്ടോട്ടെ എന്ന് ഭാമ പറയുമ്പോൾ ശാലിനി പറയുകയാണ്, അത് ഫ്രണ്ട് ഈ റൂമിലല്ല, മറ്റൊരു റൂമിലാണ്. അന്നേരം മറഞ്ഞിരിക്കുന്ന പ്രീതി ചിന്തിക്കുന്നുണ്ട്, ദൈവമേ അമ്മയെങ്ങാനും ഇനി ഇങ്ങോട്ട് വരുമോ? ശാലിനിയുടെ വെപ്രാളമൊക്കെ കണ്ട് സുസ്മിത ചിന്തിക്കുന്നുണ്ട്, ഇവൾ ഇത്രയും പേടിക്കണമെങ്കിൽ ആ കർട്ടനപ്പുറത്ത് തീർച്ചയായും പ്രീതി ഉണ്ടാകും. ഈ അവസരം എന്തായാലും വെറുതെ അങ്ങനെ വിടാനായിട്ട് പാടില്ല. ഞാൻ പോകാൻ തുടങ്ങിയായിരുന്നു എന്ന് പറഞ്ഞ് ബാഗൊക്കെ തോളിലേക്ക് ഇടുകയാണ് ശാലിനി. അന്നേരം സുസ്മിത പറയുകയാണ്, നിനക്ക് ഫ്രണ്ടിനെ കാണാൻ വരുന്ന നിനക്കെന്തിനാ കയ്യിൽ ഈ മെഡിസിൻസൊക്കെ? എന്താ കൂട്ടുകാരി ഗിഫ്റ്റായിട്ട് തന്നതാണോ മെഡിസിനൊക്കെ എന്നൊക്കെ ചോദിക്കുന്നു സുസ്മിത. എന്നിട്ട് ഭാമയോട് പറയുകയാണ്, അതെ ആൻറ്റി, ഇവളുടെ ഫ്രണ്ട് ചിലപ്പോൾ ഒരു മെഡിക്കൽ റെപ്പായിരിക്കും, ഇനി ചിലപ്പോൾ ശാലിനിയാണ് ഇതിവിടേക്ക് കൊണ്ടുവന്നതെങ്കിൽ അതൊരു പുതിയ ആചാരമാണല്ലോ. സാധാരണ ഹോസ്പിറ്റലിലേക്കൊക്കെ കാണാൻ വരുമ്പോൾ ഫ്രൂട്ട്സൊക്കെ അല്ലേ കൊണ്ടുവരുന്നത്, ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതേസമയം അവിടേക്ക് വന്ന നഴ്സ് ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, മരുന്നെല്ലാം കിട്ടിയോ? ഇഞ്ചക്ഷനായിട്ട് ഡോക്ടർ ഇപ്പോൾ വരും എന്ന് പറയുന്നു. അന്നേരം മരുന്ന് കിട്ടി, റെഡിയാണ് എന്ന് ശാലിനി പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി നിൽക്കുകയാണ് വിഷ്ണുവും ഭാമയും സുസ്മിതയും ഒക്കെ. അന്നേരം നഴ്സിനോട് ഭാമ തിരക്കുന്നുണ്ട്, ഇതെന്തിനുള്ള മരുന്നാണെന്ന്. അന്നേരം നഴ്സ് പറയുകയാണ്, കൊള്ളാം, മെറ്റർനിറ്റി വാർഡിൽ എന്തിനുള്ള മരുന്നാണ് കൊടുക്കുന്നത്? ഇത് ഗർഭിണികൾക്കുള്ള മരുന്ന് തന്നെ. ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് ഭാമ തിരക്കുമ്പോൾ നഴ്സ് പറയുകയാണ്, പേഷ്യൻറ്റിന് പെട്ടെന്ന് ടെൻഷൻ ആയതാണെന്ന് തോന്നുന്നു, പെട്ടെന്നൊരു പെയിൻ വന്നു, ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴേക്കും അതങ്ങ് മാറിക്കോളും. സത്യഭാമ അങ്ങനെ ശാലിനി നോക്കി നിൽക്കുമ്പോൾ ശാലിനി ചിന്തിക്കുകയാണ്, ഇഞ്ചക്ഷൻ കൊടുക്കാൻ വൈകിയാൽ പ്രീതിക്കിനിയും വയറുവേദന വരുമല്ലോ. ഇവരിവിടെ നിൽക്കുമ്പോൾ ഡോക്ടർ വന്നാൽ ഞാനല്ല പേഷ്യൻ്റ് അല്ലെന്ന് ഇവർക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ചിന്തിച്ചങ്ങനെ നിൽക്കുകയാണ് ശാലിനി. അന്നേരം ആണോ നീ സത്യപരീക്ഷ പൂർത്തിയാക്കാതെ ഓടി വന്നതെന്ന് ഭാമ ചോദിക്കുന്നു. അതിന് മറുപടിയായി സുസ്മിത പറയുകയാണ്, അത് മനസ്സിലായില്ലേ ആൻറ്റിക്ക്, കർപ്പൂരം കയ്യിൽ കത്തിച്ചു വെച്ച് മുട്ടിലിഴയുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും വരുമോ എന്നുള്ള പേടിയാണ് ഇവൾക്ക്. അതുകൊണ്ടാണ് ആൻറ്റി 4 കാലും പറിച്ച് ഇങ്ങോട്ടത്തേക്ക് ഓടി വന്നത്. എന്നിട്ട് ശാലിനിയോട് പറയുകയാണ്, പേടിക്കേണ്ട ശാലിനി, ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴേക്കും അതങ്ങ് മാറിക്കോളും.
അതേസമയം കർട്ടന് പുറകിൽ വേദന കൊണ്ടങ്ങനെ നിൽക്കുകയാണ് പ്രീതി. അന്നേരം വിഷ്ണു സുസ്മിതയോട് ദേഷ്യപ്പെടുന്നുണ്ട്. സുസ്മിത വേണ്ടാന്ന്. അന്നേരം ഭാമ ചോദിക്കുകയാണ്, നാണമില്ലേടാ നിനക്ക്? നീയും ഇവളും തമ്മിൽ ദാമ്പത്യബന്ധം ഉണ്ടായിട്ടില്ല എന്ന് കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെച്ചല്ലേ നീ എനിക്ക് സത്യം ചെയ്തു തന്നത്? അത് പൊള്ളയല്ലെങ്കിൽ നിന്നെ വഞ്ചിക്കുന്ന ജീവിച്ചിരിക്കുന്ന തെളിവാണ് ഇപ്പോൾ മരുന്ന് കിറ്റും കൈ പിടിച്ച് ഈ നിൽക്കുന്നതെന്ന് ശാലിനിയെ ചൂണ്ടി പറയുകയാണ് സത്യഭാമ. എന്നാൽ അതേസമയം അതൊന്നും ശ്രദ്ധിക്കാതെ ശാലിനിക്ക് എങ്ങനെ ഇഞ്ചക്ഷൻ കൊടുക്കും, ഇവരെ എങ്ങനെ പുറത്താക്കും എന്നൊക്കെയുള്ള ചിന്തയിൽ നിൽക്കുകയാണ് ശാലിനി. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക്